വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ്. നമ്മൾ ആർ സി ഓസിലേറ്റേഴ്സ് ആണ് പഠിക്കുന്നത്. എൽ സി ഓസിലേറ്റേഴ്സ് കഴിഞ്ഞിട്ട് ആർ സി ഓസിലേറ്റേഴ്സ്. ആർ സി ഓസിലേറ്റേഴ്സിൽ 2 ഓസിലേറ്റേഴ്സാണ് പഠിക്കുന്നത്. ഒന്ന് ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, ലാസ്റ്റ് ക്ലാസ്സിൽ ഓവർ. ഇനിയുള്ളത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് ആണ്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും ലോ ഫ്രീക്വൻസി സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സാണ്. സിമ്പിൾ ഹെർട്സ് തുടങ്ങി കിലോ ഹെർട്സ് വരെയൊക്കെയുള്ള സിഗ്നൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സാണ് ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും. ഫേസ് ഷിഫ്റ്റ് പ്രിൻസിപ്പിളാണ് ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ ഉപയോഗിക്കുന്നത്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ നമുക്ക് നോക്കാം. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ഇറ്റ് എംപ്ലോയ്സ് 2 stages of amplifiers. Each amplifier gives phase shift of 180 degree. ഒരു 2 സ്റ്റേജ് ആംപ്ലിഫയർ സർക്യൂട്ട് ഇതിൽ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. 2 സ്റ്റേജ് ആംപ്ലിഫയർ സർക്യൂട്ട് രണ്ടും കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുണ്ട്. അതാണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അപ്പോൾ 2 സ്റ്റേജസ് ഉള്ളത് കാരണം ഫസ്റ്റ് സ്റ്റേജ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നൽകും, സെക്കൻഡ് സ്റ്റേജ് അനദർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നൽകും. അപ്പോൾ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, അതായത് ഫീഡ്ബാക്ക് പോസിറ്റീവ്. അതൊരു വൺ ഓഫ് ദ കണ്ടീഷനാണ് ഓസിലേഷൻസിന് വേണ്ടിയിട്ടുള്ളത്. ആ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ത് തരും? ദ കോമ്പിനേഷൻ ഓഫ് 2 ആംപ്ലിഫയേഴ്സ്. Combination of 2 amplifiers gives 360 degree phase shift, which is equal to 0 radians. A fraction of the output from the second stage. ഇനി ഫീഡ്ബാക്ക് ആണ്. Fraction of the output from the second stage is feedback to the input of the first stage without producing any further phase shift. ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് സാധാരണ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നൽകുന്നതാണ് നമ്മൾ ഇതുവരെയുള്ള ഓസിലേറ്റേഴ്സിൽ കണ്ടത്. ഇവിടെ ഫീഡ്ബാക്ക് നേരെ ഡയറക്റ്റ് കൊടുക്കുന്നു, അത് അങ്ങനെ തന്നെ കൊടുക്കുന്നു. അവിടെ ഫേസ് ഷിഫ്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഓൾറെഡി കൊടുത്തുകൊണ്ട് സെയിം ഫേസിൽ തന്നെയാണ് അവിടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ഒരു വെയിൻ ബ്രിഡ്ജ്. അതിൻ്റെ ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രത്യേകതകൾ. ദീസ് ഓസിലേറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫ്രം 10 ഹെർട്സ് ടു 10 മെഗാ ഹെർട്സ്. 10 ഹെർട്സ് മുതൽ 10 മെഗാ ഹെർട്സ് വരെയുള്ള വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ലോ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഏറ്റവും ഒരു ആപ്ലിക്കബിൾ ആവുന്നത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ലോ ഫ്രീക്വൻസി 10 ഹെർട്സ് ഒക്കെ കിട്ടും. It is extensively used as audio oscillator since its output is free from circuit fluctuations and ambient temperature. Extensively used in audio oscillator. സർക്യൂട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് വേറെ ഫ്ലക്ച്വേഷൻസോ ടെമ്പറേച്ചറോ ഒന്നും അഫക്റ്റ് ചെയ്തതാണ്. നമുക്കതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോവാം. ഈ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ ഓരോ സർക്യൂട്ട് ഡയഗ്രവും കാണുമ്പോൾ ആ സമയത്ത് ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വരയ്ക്കാനുള്ള ഒരു പഠനത്തിലേക്ക് കൂടി എത്തണം. ഇത് നമ്മളുടെ ഒരു കോമൺ എമിറ്റർ 2 സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയാം. ഇവിടെ പൊട്ടൻഷ്യൽ ഡിവൈഡറിന് ബയാസിംഗ് ആയിട്ടൊരു ബയാസിംഗ് റെസിസ്റ്റർ ഉണ്ട്. ഇതൊരു ബേസ് ബയാസിംഗ് മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് മെത്തേഡല്ല. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ബേസ് ബയാസിങ് കൊടുത്തിരിക്കുന്നു. എമിറ്റർ നിൽക്കട്ടെ, ബേസിലേക്ക് ഒരു റെസിസ്റ്റർ, കളക്ടർ ലോഡ് റെസിസ്റ്റർ, കപ്ലിംഗ് കപ്പാസിറ്റർ, സെക്കൻഡ് ട്രാൻസിസ്റ്റർ, സെക്കൻഡ് ആംപ്ലിഫയർ, അതിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ്, എമിറ്റർ, സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ, കളക്ടർ ലോഡ് റെസിസ്റ്റർ. അപ്പോൾ ഈ സെക്ഷൻ നോക്കുക. ഇനി നമ്മളുടെ ഒന്നാമത്തെ സ്റ്റേജിൽ ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയറായ എമിറ്ററിൽ നമ്മൾക്ക് ഇവിടെ ഒരു സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ ഉള്ള പോലെ ഇവിടെ ഇല്ല. ഇവിടെ നേരെ അത് കൊടുത്തിരിക്കുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ആമിലേക്കാണ്. ഈ ബ്രിഡ്ജിൻ്റെ ആമിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതൊരു വേരിയബിൾ ആയിട്ട് വരെ അൺനോൺ ആയിട്ടോ വേരിയബിൾ ആയിട്ട് വെക്കാവുന്ന ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ. ഈ 2 റെസിസ്റ്ററുകളോട് വരുന്ന ഈ ആമിലേക്കാണ് ഈ എമിറ്ററിൽ നിന്നുള്ള കണക്ഷൻ പോകുന്നത്.
പിന്നെ നമ്മൾക്കൊരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും പാരലായിട്ടുള്ള ഒരു ബ്രാഞ്ചും ഉണ്ട്. ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും സീരീസ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചും ഉണ്ട്. R1 C1 സീരീസും R2 C2 പാരലലും, ഈ 2 ബ്രാഞ്ചും ഉണ്ട്. ഇതാണ് ഈ വെയിൻ ബ്രിഡ്ജ്. ഈ വെയിൻ ബ്രിഡ്ജാണ് ഇതിനകത്ത് ഫ്രീക്വൻസി ഡിറ്റർമിനിങ് നെറ്റ്വർക്ക്. ഇവിടെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു സൈൻ വേവ് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ആ സൈൻ വേവ് ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന സർക്യൂട്ടാണ് ഈ വെയിൻ ബ്രിഡ്ജ്. ഈ വെയിൻ ബ്രിഡ്ജിൽ ഈ വേരിയബിൾ, ഈ റെസിസ്റ്റൻറ്റ് കമ്പോണൻറ്റ്, ഈ ആമിലെ ഈ കമ്പോണൻറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് പല ഫ്രീക്വൻസിയുള്ള സിഗ്നലുകളെ നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ വരുന്നത് ഈ കമ്പോണൻസ് ആണ്. R1 C1ഉം R2 C2ഉം തുടങ്ങിയ ഈ 2 ആമിലെ കമ്പോണൻസ് ആണ്. ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇതാണ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഇവിടുന്ന് ഈ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴി നേരെ ഇങ്ങോട്ടേക്ക് ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ വെയിൻ ബ്രിഡ്ജ് ആദ്യം നിങ്ങൾ കമ്പോണൻസ് വരച്ച് പഠിക്കുക. വെയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇത് 2 റെസിസ്റ്ററും ഇവിടെ ഒരു R1 C1 സീരീസ് കോമ്പിനേഷനും R2 C2 അത് പാരലൽ കോമ്പിനേഷനും. ഈ സീരീസ് കോമ്പിനേഷനും ഈ സിംഗിൾ റെസിസ്റ്ററിൻ്റെയും അങ്ങോട്ടേക്കാണ് നമ്മളുടെ ഫീഡ്ബാക്ക് കണക്ഷൻ വരുന്നത്. ഇനിയോ ഈ 2 റെസിസ്റ്റേഴ്സ് മാത്രമുള്ള ഈ വേരിയബിളും ഈ ഫിക്സഡുമായ റെസിസ്റ്ററിലേക്കാണ് നമ്മളുടെ എമിറ്റർ കണക്ഷൻ പോകുന്നത്. ഇനി നമ്മൾക്ക് ഗ്രൗണ്ട് കണക്ഷൻ, കോമൺ കണക്ഷനാണ് ഇവിടെ വരുന്നത്. ഈ വേരിയബിൾ റെസിസ്റ്ററിനും പാരലൽ കണക്ഷനും ഉള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ബ്രിഡ്ജിൻ്റെ കണക്ഷൻ എങ്ങോട്ടേക്കൊക്കെയാണ് ഈ 2 ആംപ്ലിഫയർ കോമ്പിനേഷനിലേക്ക് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടിത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. The circuit arrangement is shown as shown in the figure. It is extensively a two-stage amplifier with RC bridge circuit. The bridge circuit has 4 amps, each containing components R1 C1 series ആയിട്ടുള്ള R1 C1 and R2 C2 in parallel, then R3 and R4. The transistor T1 with its biasing network serves as an oscillator and amplifier, while the other transistor T2 with its biasing network serves as an inverter, phase reversal. The frequency of oscillation is provided by the series elements R1 C1 and the parallel elements R2 C2 of the bridge network. പറഞ്ഞല്ലോ, ഈ ബ്രിഡ്ജാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ R1 C1 ആയിട്ടുള്ള R1 C1 വാല്യൂവും ഈ പാരലൽ കോമ്പിനേഷനിലെ R2 C2 വാല്യൂവുമാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി നിർണ്ണയിക്കുന്നത്. ഔട്ട്പുട്ട് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കിവിടെ നോക്കാം. F 1/2π R1 C1 R2 C2. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. 1/2π √6 RC ആണ് ഇതിനകത്ത് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ. ഇനി R1 R2 ആണെങ്കിൽ നമുക്ക് R1 R2 R എന്നെടുക്കാം. C1 C2 ആണെങ്കിൽ ഒരേ വാല്യൂ ആണെങ്കിൽ C1 C2 C എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ദ ഫ്രീക്വൻസി F 1/2π RC. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന എല്ലാ ഓസിലേറ്റർ സർക്യൂട്ടിൻ്റെയും ഈ ഇക്വേഷൻസ്, ഔട്ട്പുട്ട് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻസ് നോക്കണം. അതൊരു ക്വസ്റ്റ്യനായിട്ടും ഒക്കെ വരാം. 1/2π √6 RC ആണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ. ഇതിൽ സിംപ്ലി F 1/2π RC. ഇത് നമ്മളുടെ സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വർക്കിംഗ് എഴുതണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. The desired frequency of oscillations can be produced by varying the 2 capacitors C1 and C2 simultaneously. These oscillations are fed to the first transistor T1. After amplification, these oscillations are fed to the second transistor T2. A negative feedback ensures stability and constant output. This negative feedback എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? നെഗറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യുന്നത് എമിറ്ററിൽ. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലേക്കാണ്. ആംപ്ലിഫയറിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾക്ക് എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി തരും. ഗെയിൻ കുറയും എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ. നെഗറ്റീവ് ഫീഡ്ബാക്ക് എങ്ങനെ എംപ്ലോയ് ചെയ്യുന്നത്? നമ്മൾ ആ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലെങ്കിൽ ആ സർക്യൂട്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കുള്ള എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആംപ്ലിഫയർ സർക്യൂട്ടാണ്. ദിസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് പ്രൊവൈഡഡ് ത്രൂ ദി വോൾട്ടേജ് ഡിവൈഡർ R3 and R4 to the input of transistor T2.
Usually, a temperature-sensitive tungsten lamp is used in the place of R4. A fraction of this output energy is fed back to the oscillatory circuit at the upper terminal. Positive feedback is met with the losses in the oscillator and hence undamped oscillations are produced. Advantages: output is constant, its working is quite simple and easy, overall gain is high, it has far better stability, frequency of oscillations can be easily adjusted. Disadvantages: cannot be used to generate very high frequencies, costlier as more components are used. കോസ്റ്റ് ഉണ്ട് കൂടുതലാണെന്നുള്ളത് അത്ര വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് സിമ്പിൾ ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ ഒക്കെ കൂടുതലായിട്ട് കമ്പോണൻസ് ഉള്ളൂ. ഇത്രയുമാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് കൊണ്ട് നമ്മൾ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ അങ്ങോട്ടേക്ക് പഠിപ്പിക്കുന്നതെല്ലാം നോൺ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സാണ്. അതായത് സ്ക്വയർ വേവ് ജനറേറ്റേഴ്സോ പൾസുകളോ സ്ക്വയർ വേവോ അങ്ങനെ ഏതെങ്കിലും സൈൻ വേവ് അല്ലാത്ത ഏത് രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന ഓസിലേറ്റർ സർക്യൂട്ട്, അതാണ് നോൺ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ്. അതിൽ ആദ്യത്തെ വിഭാഗമാണ് മൾട്ടി വൈബ്രേറ്റേഴ്സ്. അതാണ് നമ്മളിനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ പാലിക്കേണ്ട എല്ലാ ജാഗ്രതകളോടും കൂടി മുന്നോട്ട് പോവുക. താങ്ക് യു.